വഴിക്ക് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അറിയാതെ ഇങ്ങനെ പറ്റിപ്പോയതാ. ജീപ്പിന്റെ ടയർ കുഴിയിൽ പെട്ടുപോയി. അവിടെ നിന്ന് തെറിച്ച് വീണതാ ബോസേ. അങ്ങനെ പരിക്കും പറ്റി. ബോസ് പെർമിഷൻ തരണേ അങ്ങനെ പോയി മരുന്ന് വാങ്ങിക്കായിരുന്നു. പാരി, ഞങ്ങളുടെ ജീപ്പ് വീണ അതേ കുഴിയിൽ തന്നെയാണോടെ നിന്റെ വണ്ടി വീണത്? കാര്യം എന്നോട് തുറന്നു പറയടേ. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം നടന്നത്. പിന്നെ ആരെങ്കിലും അറിയാക്കി കളിയാക്കും, പിന്നെ പുകിലാവെന്ന് വെച്ചാ പറയാത്ത. ഇനി നിങ്ങൾ രണ്ടുപേരും പോകൂ. ഓക്കേ ബോസ്. ബോസ്, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി, ബ്രേക്ക് ഡൗൺ ആയി. ബോസ്, ജീപ്പിന്റെ ടയർ പൊട്ടിത്തെറിച്ച് വണ്ടി സ്കിഡായി ബോസ്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് വെറും കൈയോടെയാണല്ലോ തിരിച്ചു വരുന്നത്. ഒരാൾ ബ്രേക്ക് പൊട്ടി എന്ന് പറയുന്നു, ഒരാൾ ജീപ്പ് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു, ഒരാൾ പറ്റേത് പോയി, ഇത് പോയി എന്ന് പറയുന്നു. എന്താണ് ഇയാൾക്ക് എന്തറിയാം? ആ കുട്ടിയുടെ മുമ്പിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ വെറും പൊടിപടലമാണെന്ന്. എന്റെ ബോസേ, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവാനാ ബോസേ? എന്തുണ്ടാവാനാണെന്നോ? പ്രശ്നം ഉണ്ടെന്നേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അറിയോ നിങ്ങൾക്ക്? അത് പിന്നെ ബോസ്, അവിടെ ഒരു കുട്ടിയുണ്ട്, അവന്റെ പേരാണ് ശിവ. അവനൊരു മിടുക്കൻ മാത്രമല്ല, അവനൊരു ഭയങ്കര ഫൈറ്ററുമാണ് ബോസ്. ആക്ച്വലി ഞങ്ങളുടെ മോട്ടോർ ബൈക്കും സ്കിഡായിട്ടില്ല, ഇവന്മാരെ ജീപ്പും സ്കിഡായിട്ടില്ല ബോസ്. ആ സൂപ്പർ മാർക്കറ്റ് ശിവയുടെ ഒരു അങ്കിളുടെ ആണെന്നേ. ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ കട്ടെടുത്ത് പുറത്തേക്ക് വരുമ്പോ ശിവയാണ് ഞങ്ങൾ അടിച്ച് തരിപ്പണമാക്കിയെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് ഈ കാര്യം പറഞ്ഞില്ല? ഭീകര കുട്ടിക്ക് എന്നെ അങ്ങനെ പേടിപ്പിക്കാനാവില്ല. ഒരു ചെറിയ കുട്ടി കാരണം റോമിയോ ഡേഞ്ചർ പേടിച്ചോടിയുന്ന ആളുകൾ അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ അഭിമാനം പുകഞ്ഞ കട്ടായി മാറും, അറിയോ? പിന്നെ ആളുകൾ കളിയാക്കി ചിരിക്കും. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ആദ്യം ആ കുട്ടിയെ നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റണം. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി അവിടെ എല്ലാം നശിപ്പിച്ചാലേ എന്റെ പേര് നന്നാവൂ. അപ്പോളേ ആ കുട്ടിക്ക് മനസ്സിലാവൂ, കാണാൻ ഞാൻ ഭയങ്കര സുന്ദരനാണെങ്കിലും പക്ഷെ ഞാൻ ഭയങ്കര ഡേഞ്ചറായ ഒരാളാണെന്ന്. ശിവ, നീ ആ റോമിയോ ഡേഞ്ചറിന്റെ ആൾക്കാരെ കണക്കിന് ശരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അവന്മാർ ഒരിക്കലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, കള്ളൻ പിടിക്കൂ, പിടിക്കൂ, ആ കള്ളനെ വേഗം പിടിക്കൂ. ഡേഞ്ചർ, റോമിയോ ഡേഞ്ചർ എന്നാണ് എന്റെ പേര്. ഞാൻ കാണാൻ ഭയങ്കര സുന്ദരനാണ്, പക്ഷെ ഞാനാള് ഭയങ്കര ഡേഞ്ചറുമാണ്. ഓ, ഈ കുട്ടിയാണല്ലേ നിങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തല്ലി തരിപ്പണമാക്കി ഒരു വഴിയാക്കിയത്. ഇനി നീ എങ്ങനെ രക്ഷപ്പെടും കുട്ടി? ഈ നെറ്റ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മുറിക്കാനും പറ്റില്ല, കത്ത് ചമ്പലാക്കാനും പറ്റില്ല. കേട്ടല്ലോ? ഞാൻ നിന്നോട് തീർച്ചയായിട്ടും പകരം ചോദിക്കും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഹാപ്പി ഹാങ്ങിങ്. നമ്മള് ശരിക്ക് മണയിൽ കുടുങ്ങി ഇനിയിപ്പോ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുന്ന തോന്നണത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഡേഞ്ചർ,
റോമിയോ ഡേഞ്ചർ, നീ പടുത്തുയർത്തിയ സൂപ്പർ മാർക്കറ്റും ഉണ്ടാവില്ല. നിന്റെ സാധനങ്ങളെല്ലാം തരിപ്പണമാക്കി കളയും. എന്നാലേ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ എന്നെ പറ്റി മനസ്സിലാകൂ. ഞാൻ കാണാൻ സുന്ദരൻ മാത്രമല്ല, മഹാ ഡേഞ്ചറുമാണെന്ന്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ദയവേത് ഇങ്ങനെ ചെയ്യരുത്. എന്റെ ഈ കട ദയവേത് നശിപ്പിക്കരുത്, പ്ലീസ്. എന്റെ മോനെ ശിവ, നീ ഒന്ന് വേഗം വന്നേ. ഇവരെ കടയൊക്കെ തല്ലി പൊളിച്ചോണ്ടിരിക്കുക. മോനെ, നീ ഒന്ന് വേഗം വാ. ഞാനിപ്പോ തന്നെ അവിടെ എത്തിക്കോളാം അങ്കിൾ. കണ്ടോ മിസ്റ്റർ ഭട്ടാചാര്യ, ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഈ സൂപ്പർ മാർക്കറ്റ് ഞാൻ തകർത്ത് കളയാൻ പോവുകയാണ്. എവിടെ പോയി നിന്റെ ആ കുട്ടി? അങ്ങനെ ചെയ്യല്ലേ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക, പ്ലീസ്. വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ. എന്റെ സൂപ്പർ മാർക്കറ്റ് മാത്രം തല്ലി പൊളിക്കരുത്, പ്ലീസ്. ഒന്നും കൂടി കെഞ്ച്, കൈകൂപ്പി കെഞ്ചാൻ. ഇനി സൂപ്പർ മാർക്കറ്റ് തകർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ സമാധാനമാകൂ. അങ്കിൾ, ഇനിയും സമയമുണ്ട്. ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ. ശിവ, കുട്ടി, നീ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത് പറ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബോസ് ബോസ്, നമുക്ക് വേഗം ഓടിക്കളയാം. വെറുതെ എന്തിനാ ഇവനുമായിട്ട് വഴക്കിടുന്നത്? അത് നല്ലതല്ല. ഫൈറ്റ് ചെയ്യാനാ പറഞ്ഞ്. ഒരു കുട്ടിയുടെ അടുത്ത് നമ്മളിങ്ങനെ തോക്കാൻ പാടില്ല, മനമണ്ട. ഇന്നാ പിടിച്ചോ. ഹലോ അങ്കിൾ, ഇനി എന്താണ് അടുത്ത പ്ലാൻ? എന്തോന്ന് പ്ലാൻ? എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞില്ലടാ ചെറുക്ക. നീ ഒറ്റൊരുത്തൻ എന്റെ ആളുകളെയും എന്നെയും തല്ലി താഴെ ഇട്ട് കളഞ്ഞില്ലേ? എന്റെ അഭിമാനമൊക്കെ പോയി. എനിക്ക് ആകെ നാണക്കേടായി പോയല്ലോ. ഞാൻ ഈ നാട് തന്നെ വിട്ടു പോവാൻ പോവാ. ഏത് നാട്ടിലേക്ക് പോവാനാ പ്ലാൻ അങ്കിൾ? വേദനഗരത്തിൽ അവിടെ കുറെ വലിയ വലിയ പണക്കാരുണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്റെ നഗരമാണ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങോട്ട് പോവുകയില്ല. ഞാനിപ്പോ നേരെ ജയിലിലേക്ക് പോവാനാ പ്ലാനിന്റെ. ഹലോ പോലീസ്, പ്ലീസ് വേഗം വീന സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് എന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്ക്. കേട്ടല്ലോ, ഇനിമേലാൽ നിങ്ങൾ ആരെയും ശല്യം ചെയ്യരുത്. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചെയ്യത്തില്ല. അത് മാത്രല്ല, നീ കാണാൻ ഭയങ്കര സുന്ദരനാ. പക്ഷെ നീയാണ് യഥാർത്ഥത്തിൽ ഡേഞ്ചർ.